അപ്പൊ എന്താ ഇവിടെ ഇരിക്കുന്നേ? എണീറ്റോ? അതേ, ഒരു കള്ളൻ ഇപ്പൊ വരും. അവനെ പിടിക്കാനാ. കള്ളനോ? വരുന്നു മമ്മി. തന്റെ കേസാ വിളിക്കണത്. വക്കീല് കാഴ്ച കാണാതിരിക്കല്ലേ? ഞാനൊരു ആലോചനയിലായി പോയി. ആലോചന നല്ലതാണ്. എന്നാ പിന്നെ പുറത്തു പോയി നല്ലോണം ഇരുന്ന് ആലോചിക്കും. കേസ് അടുത്ത മാസം 18 മാറ്റി. സാർ 2 മിനിറ്റ്. അല്ല, നല്ലോണം ഇരുന്ന് ആലോചിക്കും. കേസ് 18 തന്നെ. നെക്സ്റ്റ്. എടാ, ഇത് നല്ല ബ്യൂട്ടിഫുള്ളായ ലവ് ലെറ്റേഴ്സ് ആണല്ലോടാ. ഇതെഴുതിയ പേരില്ലാത്ത റോസിന്റെ വലിയൊരു ആരാധനാവും ഞാൻ. എന്നിട്ട് ഫ്രെഡിയെ സ്നേഹിക്കുന്ന പോലെ എന്നെയും സ്നേഹിക്കാൻ പറയും. ഇതിനാണ് രാവിലെ തൊട്ട് നീ കാറ് ഓട്ടിക്കുന്നത്. ഇതത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. ഞാൻ ഇന്നലെ മോനോട് ചെവി പറഞ്ഞ കാര്യങ്ങളാണ് ഈ കത്തിൽ എഴുതി വന്നേക്കുന്നത്. രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ വീട്ടിലാരൊക്കെയോ ഉള്ള പോലെ. ആഹാ ആ അപ്പോൾ വട്ടം തുടങ്ങി. നല്ല കോമ്പിനേഷൻ. വട്ടനായ വക്കീൽ. എടാ, നീ കിടന്നിങ്ങനെ ആലോചിച്ച് കൂട്ടി ടെൻഷനാവല്ലേ? ഇതാരാണ്ട് നിന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്യണേ? 100% ഷുവർ അല്ലേ? നോക്കട്ടെ. പ്രിയപ്പെട്ട ഫ്രെഡി, ഞാൻ അവരെ കേട്ടിരിക്കുന്നത് അവർ മനസ്സിലാക്കുന്നു. ഞാനൊരു കള്ളനാണെന്നാണ് അയാൾ മകനോട് പറഞ്ഞത്. സത്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്. ഓർക്കാൻ സുഖമുള്ളവ. നിനക്ക് ഓർമ്മയുണ്ടോ, ഇടയ്ക്ക് നമ്മൾ പുറത്ത് നമ്മുടെ പൂന്തോട്ടത്തിന്റെ നടുവിലിരുന്ന് നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗാനം ജൂലി ഡു യു ലവ് മീയും നിർത്താതെ നമ്മുടെ കാസറ്റ് പ്ലെയറിലിട്ട് അവയെല്ലാം സംസാരിച്ചിരുന്നത്. എടാ, ഇതിലെഴുതിയിരിക്കുന്ന പാട്ട് നിനക്ക് ഓർമ്മയില്ലേ? ബോബി ശർമാന്റെ ജൂലി ഡു യു ലവ് മീ. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ടായിരുന്ന മോഹനില്ലേ, മൂക്കള മോഹൻ, അവൻ ഈ പാട്ടും പാടിയല്ലേ എൻ്റെ ക്ലാസ്സിലെ ജൂലിയുടെ പുറം നടന്നത്. ജൂലി 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 ഡു യു ലവ് മീ, ജൂലി 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 ഡു യു കെയർ, ജൂലി 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 ഡു യു ലവ് മീ. മമ്മി, ആ ചത്തുപോയ കിളിന്റെ ശബ്ദം കേട്ടില്ലേ?
ഈ പാട്ട് മോനെ ആരെ പഠിപ്പിച്ചേ? മമ്മിയാണ്. ഒന്ന് ആലോചിക്കേ, മമ്മിയല്ലേ? പിന്നാരാ? അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. എവിടുന്ന്? താഴേന്ന്. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ വീടങ്ങ് വിട്ടേക്ക്. വേറൊന്നും നോക്കാം. നിനക്ക് ഇവിടെ തന്നെ നിൽക്കാലോ. നീ എന്തായി പറയുന്നേ? 6 മാസത്തെ വാടക കൊടുത്ത്. 6 മാസത്തെയോ? നാട്ടിൽ നടക്കുന്ന കാര്യമല്ലാണ് ഈ പറയണത്. ഇവിടെ സാധാരണ ഒരു വീട്ടിൽ തന്നെ 1 മാസത്തിൽ കൂടി നിർത്താറില്ല. ഇതാകുമ്പോൾ 6 മാസം സേഫ് അല്ലേ, അതുകൊണ്ട് കൊടുത്തത്. നീ എന്തായാലും ആളെ പോയി ഒന്ന് കാണും. ഇനിയിപ്പോൾ ഇതെല്ലാം നിന്റെ തോന്നലാണെങ്കിലും ശരി, അവിടെ നീ താമസിക്കണ്ട, വേറെ നോക്കാം. ആളൊരു മാസത്തെ വാടക എടുത്തോട്ടെ. ഡേസിയും പിള്ളേർക്ക് ഇവിടെ തന്നെ നിൽക്കാലോ. ആള് പുറത്ത് പോയിക്ക. രാത്രി ചെല്ലാൻ പണിക്കാരൻ പറഞ്ഞു. പോയി നോക്കാം. ആ താനോ? എന്താ കാര്യം? ഞാൻ ആ വീട് ഒഴിയാൻ തീരുമാനിച്ചു. അതിനിപ്പോൾ ഇവിടെ വരേണ്ട കാര്യം എന്താ? മാറിക്കൊള്ളണം. ഞാനിവിടെ ഒരു 5-6 ദിവസമേ താമസിച്ചുള്ളൂ. അപ്പോൾ ബാക്കി വാടകയുടെ കാര്യങ്ങളൊന്നും. ഓ, അതിലൊന്നും ബാക്കി ഉണ്ടാകത്തില്ലെന്നേ. അതൊക്കെ ആദ്യമേ പറഞ്ഞാണല്ലോ. ബാക്കി ഉണ്ടാകത്തില്ലെന്നോ? ഒരാഴ്ച താമസിച്ചിട്ട് 6 മാസത്തെ വാടകയോ? ഇതെവിടുത്തെ ന്യായം? ഓ, എന്നാ നീ നോക്ക് വാങ്ങാൻ പറ്റുമോ എന്നാ കേട്ടോ. ബാക്കി ചോദിക്കാൻ പറഞ്ഞു. സാറേ, ചോദിച്ചിട്ട് കാര്യമില്ല. പരമനാറിയ നയാ പൈസ കിട്ടില്ല. സാറാ വീട്ടിൽ നിൽക്കണ്ട. കാശ് പോണോ നോക്കണ്ട, വേഗം അവിടുന്ന് മാറിക്കോ. ആ വീടിരിക്കുന്ന സ്ഥലത്തിന് ഒരു പ്രശ്നമുണ്ട്. അന്നവിടെ വീട് വഞ്ചരിക്കാൻ വന്ന അച്ഛൻ ഒരു കാഴ്ച കണ്ടു. ആ വീട് പണിയുന്നതിന് മുമ്പ് അതൊരു ഷോപ്പർബായിരുന്നു.